ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ സാഖ്യയോഗത്തിൽ ഭഗവാൻ അർജുനനോട് ദേഹം എന്താണ്, ദേഹി എന്താണ്, അതേപോലെ തന്നെ ഈ ആചാര്യനെയും അല്ലെങ്കിൽ പിതാമഹനെയും ബന്ധുബാന്ധവന്മാരെയും ഒക്കെ വധിക്കുന്നതുകൊണ്ടുള്ള പാപം, ഇങ്ങനെയുള്ള ചിന്തകളുടെയൊന്നും ആവശ്യമില്ല. ദേഹി നിത്യമവധ്യോയം, ഒരിക്കലും ദേഹിയെ കൊല്ലാനൊന്നും പറ്റുകയില്ല, ദേഹത്തിനും മാത്രമേ നാശമുണ്ടാവൂ എന്നൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇനി അടുത്തത് പറയുന്നത് നോക്കാം. 31-ാമത്തെ ശ്ലോകമാണ്. സ്വധർമ്മം അഭിചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാധി യുദ്ധാശ്രയോ അന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. സ്വധർമ്മത്തെക്കുറിച്ച് ഓർത്താലും, സ്വധർമ്മം എന്താണ്? ക്ഷത്രിയൻ്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യുക ക്ഷത്രിയൻ്റെ ധർമ്മമാണ്. അതുകൊണ്ടാണ് പറയുന്നത് സ്വധർമ്മയം അഭിചാവേക്ഷ്യ ന വികമ്പിതുമർഹസി. നീ നിൻ്റെ ഈ ധർമ്മത്തെക്കുറിച്ച് ഓർത്ത് നീ വേദനിക്കേണ്ട, വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം എന്താണ്? ക്ഷത്രിയന് ധർമ്മയുദ്ധത്തേക്കാൾ ശ്രേഷ്ഠമായിട്ട് വേറെ ശ്രേയസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക്, ശ്രേയസ് അതിനേക്കാളും കൂടുതലായിട്ട് ഒന്നും കിട്ടാനില്ല. ഒരു ക്ഷത്രിയന് ഒന്നുകിൽ യുദ്ധത്തിൽ മരിക്കുക, അല്ലെങ്കിൽ യുദ്ധത്തിൽ ജയിക്കുക. അതായത് യുദ്ധം ചെയ്യുക എന്നുള്ളത് സ്വധർമ്മമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല. അടുത്തതോ 32-ാമത്തെ ശ്ലോകം. എതിരിച്ഛയാ ചോപവന്നം സ്വർഗദ്വാരം അപാവൃതം സുഖിന ക്ഷത്രിയ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. അതായത് എതിർച്ഛയാ ചോപവനം എന്നു യാദൃച്ഛികമായി വന്നു ചേരുന്നതാണ് ഈ യുദ്ധമൊക്കെ. എതിർച്ഛയാ ചോപവനം സ്വർഗദ്വാരം അപാവൃതം, സ്വർഗവാതിൽ തുറക്കപ്പെടുന്നതുമാണ്. അങ്ങനെയുള്ള ഈ യുദ്ധത്തിൽ ഇങ്ങനെയൊരു അവസരം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് എല്ലാവർക്കും ലഭിക്കുന്നതല്ല, എല്ലാ ക്ഷത്രിയർക്കും ലഭിക്കുന്നതല്ല. നിന്നെപ്പോലെയുള്ള പുണ്യമുള്ള ക്ഷത്രിയർക്ക് മാത്രം ലഭിക്കുന്നതാണ്. അതേസമയം അടുത്തതും കൂടെ നോക്കാം. 33. അഥാ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തഥാ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപം അവാപ്സ്യസി. അതായത് ഇനി അഥവാ നീ ഈ ധർമ്മയുദ്ധം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? തഥാ സ്വധർമ്മം കീർത്തി, നിൻ്റെ ധർമ്മവും കീർത്തി. ഇന്നെന്താ പറയുന്നത്? അർജുനൻ വില്ലാളി വീരനാണ്, അങ്ങനെ ഏത് വിധത്തിലും ഉയർന്നയാളാണ് ഈ മധ്യപാണ്ഡവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് മുഴുവനും പ്രശസ്തനാണ്. അങ്ങനെയുള്ള നിൻ്റെ ഈ കീർത്തി നഷ്ടപ്പെട്ട് നീ വെറും പാപിയായിത്തീരും. കാരണം ഇന്ന് നിന്നെ പ്രകീർത്തിക്കുന്നവരൊക്കെ അന്ന് വളരെ മോശമായിട്ട് മാത്രമേ നിന്നെപ്പറ്റി പറയുകയുള്ളൂ.